ഹായ്, നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മളിന്ന് പോകുന്നത് വേറൊരു അപൂർവമായ മൂർത്തി ക്ഷേത്രത്തിൻ്റെ അമ്പലത്തിലേക്കാണ്. ചിലപ്പോൾ ഈ ക്ഷേത്രം ഇവിടെ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. വാമനമൂർത്തിയുടെ ക്ഷേത്രം നമ്മൾ കേൾക്കാൻ തന്നെ വളരെ കുറവുള്ള ക്ഷേത്രമാണ് വാമനമൂർത്തിയുടെ പ്രതിഷ്ഠയുള്ള അമ്പലം. അപ്പോൾ ഇത് വാമനമൂർത്തി അമ്പലമാണ്. മഹാബലിനെ ചവിട്ടിത്താറ്റിയ വാമനമൂർത്തിനെ പൂജിക്കുന്ന മുഖ്യ പ്രതിഷ്ഠയായിട്ടുള്ള ക്ഷേത്രമാണിത്. വാമനമൂർത്തി മാതമ്പള്ളി വാമനമൂർത്തി ക്ഷേത്രം എന്ന് പറയും. ഇത് സ്ഥിതി ചെയ്യുന്നത് ചേലമറ്റത്താണ്. ചേലമറ്റത്ത് അമ്പലത്തിൻ്റെ ട്രസ്റ്റിൻ്റെ കീഴിലുള്ള വേറെ ക്ഷേത്രം കൂടിയാണത് വാമനമൂർത്തി ക്ഷേത്രം. ഇത് നാഗയക്ഷി നാഗരാജാവിൻ്റെ ഒക്കെ ഇതിലൊരു ഇതിൻ്റെ ഇവിടെ നല്ലൊരു കൊടിമരവും നല്ലൊരു ഫ്രണ്ടേജും ഒക്കെയുള്ളൊരു ക്ഷേത്രം വാമനമൂർത്തി ക്ഷേത്രം. നല്ല സുന്ദരമായൊരു ക്ഷേത്രം എന്ന് പറയാം. മാതമ്പള്ളി വാമനമൂർത്തി ക്ഷേത്രം. ഇവിടെ ഭഗവാൻ വാമനമൂർത്തിയുടെ മാവേലിയും ചവിട്ടിയ കാലുകൾ ഇവിടെ ഇതായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് തൊട്ട് തൊഴാനായിട്ടുള്ള വെച്ചിട്ടുണ്ട്. ഏതാണ് ആ കാലുകൾ? വാമനമൂർത്തിയുടെ മാവേലി ചവിട്ടിയ കാലുകൾ എന്ന് പറയുന്ന വിശേഷിപ്പിക്കുന്ന കാലുകൾ തന്നെ കാലുകൾ പ്രഭാതം. അപ്പോൾ ഈ മാടമ്പള്ളി വാമനമൂർത്തി ക്ഷേത്രം ചേലമറ്റം ശ്രീകൃഷ്ണസ്വാമി ട്രസ്റ്റിൻ്റെ കീഴിലുള്ള ക്ഷേത്രമാണിത്. അവർ തന്നെ ഒരു ദേവസ്ഥൻ്റെ കീഴിലുള്ളൊരു പ്രധാന ക്ഷേത്രം. ഞാൻ പറഞ്ഞ പോലെ ഇവിടെ അപൂർവ പ്രതിഷ്ഠയാണ്. ഇവിടെ ഈ പ്രതിഷ്ഠ ചിലപ്പോൾ കേരളത്തിൽ വേറെ ഉണ്ടാകുന്നതല്ല. വാമനമൂർത്തിനെ പ്രതിഷ്ഠിക്കുന്ന അമ്പലം വേറെ ഉണ്ടാവില്ല. മാവേലിനെ ചവിട്ടിത്താത്തിയ തൃപ്പാദങ്ങൾ പൂജിക്കുന്ന ക്ഷേത്രം വേറെ ഉണ്ടാകുന്ന സംശയമാണ്. ഒരു ഗോശാലയ്ക്കുണ്ട്, നല്ലൊരു ഗോശാല. നല്ലൊരു ഗോശാല. നമുക്ക് അങ്ങോട്ട് പോവാം. ഈ കാണുന്ന ചേലമറ്റം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ ഗോശാലയാണ് ഈ കാണുന്നത്. ഇഷ്ടംപോലെ പശുക്കളും ഇവിടെ പ്രത്യേകത ഉണ്ട്. ഇവിടെ നമുക്ക് നെയ്യും എണ്ണയൊക്കെ നേരിട്ട് കിട്ടും. ഈ ഇതിൻ്റെ ട്രസ്റ്റിൻ്റെ കീഴിലുള്ള ഉണ്ടാക്കുന്ന നെയ്യും എണ്ണയൊക്കെ നമുക്ക് നേരിട്ട് കിട്ടുന്ന സ്ഥലം കൂടിയാണിത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ വിശാലമായ പാർക്കിംഗ്, നല്ല പാർക്കിംഗ് ഗ്രൗണ്ടും എല്ലാം കൊണ്ടും നല്ലൊരു അമ്പലം ക്ഷേത്രമാണിത്. എല്ലാവരും ഇപ്പോൾ അങ്കമാലി പെരുമ്പാവൂർ കൂട്ടി പോകുമ്പോൾ ഈ ക്ഷേത്രത്തിലേക്ക് വരാൻ ശ്രമിക്കുക. എല്ലാവർക്കും വാമനമൂർത്തിക്കാർ ഈ അമ്പലത്തിലേക്ക് വരാൻ സാധിക്കട്ടെ എന്ന് വ്യക്തമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേക്ക് അമർത്തുക. ഭഗവാൻ ഈ അമ്പലത്തിലെത്താൻ സാധിക്കട്ടെ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.